ബീഹാറിൽ തിരഞ്ഞെടുപ്പാണ്. ബീഹാർ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIRന്റെ അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 47 ലക്ഷം വോട്ടർമാരുടെ പേരാണ് ഈ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നത്. വലിയ അട്ടിമറിയാണ് വോട്ടർ പട്ടികയിൽ നടന്നിരിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് മുസ്ലിങ്ങളുടെ പേരുകളാണ് വ്യാപകമായി വെട്ടിക്കളഞ്ഞതായിട്ട് തെളിവുകൾ പുറത്തുവരുന്നത്. ഫിനാൻഷ്യൽ എക്സ്പ്രസ്, സീനിയർ ജേർണലിസ്റ്റ് പൂനം അഗർവാളിന്റെ വീഡിയോ, ദ ക്യുൻഡിന്റെ വീഡിയോ, റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ട ഡാറ്റകൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വീഡിയോ. SIRന് ശേഷം ബീഹാറിൽ ഏകദേശം 7.42 കോടി വോട്ടർമാരാണുള്ളത്. SIRന് മുമ്പ് ബീഹാറിൽ ഉണ്ടായിരുന്നത് 7.89 കോടി വോട്ടർമാരായിരുന്നു. അതായത് 3 മാസം നീണ്ടുനിന്ന SIR നടപടികളുടെ ഭാഗമായി 47 ലക്ഷം സമ്മതിദായകർ കുറഞ്ഞു. ഏറ്റവും കൂടുതൽ സമ്മതിദായകർ കുറഞ്ഞത് ഗോപാൽഗഞ്ചിലാണ്. ഗോപാൽഗഞ്ച് ലാലു പ്രസാദ് യാദവിന്റെ ഹോം ടൗൺ ആണ്. ഇതിൽ 12.13% പേരെയാണ് പഴയ വോട്ടർ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളഞ്ഞത്. ഏറ്റവും കുറവ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അർവൽ ജില്ലയിലാണ്, 3.3%. പൂനം അഗർവാളിന്റെ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 38 ജില്ലകളിലെ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ്. അതിൽ തന്നെ ഗോപാൽഗഞ്ച്, കിഷൻഗഞ്ച്, പുരുനിയ എന്നീ 3 ജില്ലകളിലെ എടുത്ത് അതിലൊരു പഠനം നടത്തിയിട്ടുണ്ട്. ഈ ജില്ലയിലാണ് വോട്ടർമാരുടെ പേരുകൾ കൂടുതലും വെട്ടിക്കളഞ്ഞിട്ടുള്ളത്. ഫിനാൻഷ്യൽ എക്സ്പ്രസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പുരുനിയയിലും കിഷൻഗഞ്ചിലുമാണ് ഏറ്റവും കൂടുതൽ വോട്ടർ ഡിലീഷൻ നടന്നിട്ടുള്ളത് എന്നാണ്. ഈ ജില്ലകൾ പശ്ചിമ ബംഗാളിന്റെ അതിർത്തി പ്രദേശമായ സീമാഞ്ചലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. 2011 സെൻസസ് പ്രകാരം കിഷൻഗഞ്ചിൽ 67.98% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാരെ നീക്കം ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ഈ 2 ജില്ലകളിലും 15% വീതം വോട്ടർമാരെ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ. ഗോപാൽഗഞ്ചിലാകട്ടെ ഏകദേശം 12.13% വോട്ടർമാരെയാണ് ഒഴിവാക്കിയത്. ഇനി പുരുനിയയിലേക്ക് വന്നാല് രാജ്യത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 4ാമത്തെ ഇടമാണ് പുരുനിയ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരെ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളഞ്ഞത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, കിഷൻഗഞ്ച് വെസ്റ്റ് ബംഗാളിന്റെ മാത്രമല്ല നേപ്പാളുമായിട്ടും അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാർ ഈ 2ഇടത്തു നിന്നും വന്നെത്താനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, 43 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ വെട്ടിമാറ്റിയിരിക്കുന്നത് സ്ത്രീകളുടെ പേരുകളാണ്. കരട് പട്ടികയ്ക്ക് ശേഷം അന്തിമ പട്ടിക തയ്യാറായ ഓഗസ്റ്റ് 1 സ്ത്രീകളുടെ പേരുകൾ വെട്ടിമാറ്റിയിരിക്കുന്നു. ശതമാനക്കണക്കിൽ നോക്കിയാൽ ആദ്യം 47.7% ഉള്ളതിൽ നിന്ന് ഇപ്പോൾ 47.2% കുറഞ്ഞിരിക്കുന്നു. അതായത് 0.5% സ്ത്രീ വോട്ടർമാരുടെ പേരുകൾ വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള ജില്ലകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ 15%-ലധികം മുസ്ലിം ജനസംഖ്യയുള്ള മധുബനി, ബാഗൽപൂർ, ഈസ്റ്റ് ചമ്പാരൻ എന്നിവിടങ്ങളിൽ 7 മുതൽ 8% വരെ വോട്ടർ ലിസ്റ്റിൽ വെട്ടിമാറ്റൽ നടന്നിട്ടുണ്ട്. അതേസമയം 15%-ലധികം മുസ്ലിം ജനസംഖ്യയുള്ള ജില്ലകളിൽ ഏകദേശം 4 മുതൽ 7% പേരുകൾ ഒഴിവാക്കി. ഈ പട്ടിക പൂർണ്ണമായും പരിശോധിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യം, പേരുകൾ വെട്ടിമാറ്റിയിരിക്കുന്നത് മുസ്ലിം ആധിപത്യമുള്ള സ്ഥലങ്ങളിലാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊന്നും വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഡാറ്റ അനലിസ്റ്റുകൾ നമുക്ക് വളരെ അത്യാവശ്യമാണ് ഈ നാട്ടില്. സ്ക്രോള്, ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള പത്രങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ചേർത്താണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഡാറ്റ ഒക്കെ പൂനം വിശകലനം ചെയ്യുന്നത്. ഈ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വോട്ടർമാരുടെ പേരുകൾ വെട്ടിക്കളയുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഇത് അറിയേണ്ടതുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി SIRുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വിവാദം, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന വേളയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളുടെ പൗരത്വം തെളിയിക്കുന്ന രേഖ ആവശ്യപ്പെടുന്നുവെന്നാണ്. എങ്കിൽ മാത്രമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ വോട്ടർമാരെ ഒഴിവാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഘടകം പൗരത്വമല്ലെന്ന് മനസ്സിലാകും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന SIR വാസ്തവത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കി വോട്ടർ പട്ടിക പുതുക്കുക എന്നതായിരുന്നു ശരിക്കും ലക്ഷ്യം. യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ ലക്ഷ്യമാണോ ബീഹാറിൽ നിറവേറ്റപ്പെട്ടത് എന്നാണ് പൂനം അഗർവാൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇനി നമ്മൾ ക്യുൻഡിന്റെ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ക്യുൻഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ബീഹാറിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിക്കളഞ്ഞ് കൂടുതൽ പേരുടെ പേര് വെട്ടി, ഹിന്ദുക്കൾ കൂടുതൽ താമസിക്കുന്ന ഇടങ്ങളിൽ പേരുകൾ ഒഴിവാക്കിയിരിക്കുന്നത് കുറവാണെന്നാണ്. ബീഹാറിലെ മൊത്തം ഡാറ്റ വിശകലനം ചെയ്ത് ഏത് ജില്ലയിലാണ് കൂടുതലും കുറവും വോട്ടർമാരെ വെട്ടിക്കളഞ്ഞതെന്ന് ക്യുൻഡ് പരിശോധിക്കുകയാണ്. 2025 ജൂൺ 25 മുമ്പ് ബീഹാറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7.89
കോടി വോട്ടർമാര്. 2025 ജൂൺ 25 ശേഷം SIR നടപടികൾ ആരംഭിക്കുന്നു. ഏകദേശം 3 മാസത്തോളം 2 ഘട്ടങ്ങളിലായി SIR നടക്കുന്നു. സെപ്റ്റംബർ 30 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. ഇതിൽ 47 ലക്ഷം സമ്മതിദായകരെ കാണാതാകുന്നു. ഇതിനെ ശതമാനക്കണക്കിൽ നോക്കിയാൽ ഇത് 6.3% കുറവ് വന്നിരിക്കുന്നത്. SIR നടക്കുമ്പോൾ വെട്ടിപ്പോയ ഈ പേരുകൾ പരിഗണിക്കാതെയാണ് ഈ നടപടികൾ നടന്നിരിക്കുന്നതെന്നാണ് ക്വിന്റിന്റെ റിപ്പോർട്ട്. ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഏറ്റവും കൂടുതൽ പേരുകൾ വെട്ടിക്കളഞ്ഞിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇതിന് വല്ല പാറ്റേണും ഉണ്ടോ എന്നാണ്. പാറ്റേൺ ഉണ്ട്. മുസ്ലിങ്ങൾ കൂടുതൽ ഉള്ളിടത്താണ് പേരുകൾ കൂടുതലും വെട്ടിക്കളഞ്ഞിരിക്കുന്നത്. കിഷൻഗഞ്ചിൽ 68% മുസ്ലിം ജനസംഖ്യ. ഇവിടെ 9.69% വെട്ടിക്കളഞ്ഞു. കട്ടിഹാറിൽ 44% മുസ്ലിം ജനസംഖ്യ. ഇവിടെ 7.12% വെട്ടിക്കളഞ്ഞു. പുരുനിയയിൽ 38% ജനസംഖ്യയുള്ള സ്ഥലമാണ് മുസ്ലിം ജനസംഖ്യ. അവിടെ 8.41% വോട്ടർമാരെ വെട്ടിക്കളഞ്ഞു. ഈ 4 ജില്ലകളെയും ഒന്നിച്ച് സീമാഞ്ചൽ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ മുസ്ലിം ജനസംഖ്യ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. SIRന് മുമ്പ് ഈ 4 ജില്ലകളിലും 78.11 ലക്ഷം സമ്മതിദായകരുണ്ടായിരുന്നു. SIRന് ശേഷം അത് 72.27% ചുരുങ്ങി. അതായത് 5.84 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിക്കളഞ്ഞതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ബീഹാറിലെ മൊത്തം ഏകദേശം 47 ലക്ഷത്തിനകത്ത് ആളുകളുടെ പേരൊഴിവാക്കി. സീമാഞ്ചൽ എന്ന് വിളിക്കുന്ന ഈ പ്രദേശം മാത്രം എടുത്താൽ പോലും 12% വോട്ടർമാരെ സീമാഞ്ചലിൽ നിന്ന് വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. ഇനി ബീഹാറിലെ ടോപ്പ് 10 ഹിന്ദു പ്രദേശങ്ങൾ എടുത്തൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കുന്നത് വളരെ കുറവാണ്. ഇത് കള്ളത്തരം പറയാണോ എന്നറിയാൻ വേണ്ടി അത് പരിശോധിക്കുന്നുണ്ട്. 9 ജില്ലകളിലെ 6.5% താഴെ വോട്ടർമാരെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഭോജ്പൂരിൽ 6.3% ആളുകളെ മാത്രമാണ് വെട്ടിക്കളഞ്ഞത്. 2011 ജനസംഖ്യാ കണക്കുകൾ പ്രകാരം ബീഹാറിലെ ലക്കിസരായിൽ 96% ഹിന്ദുക്കൾ. അവിടെ നിന്ന് നടന്ന SIRൽ 4.72% പേരെ മാത്രമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിക്കളഞ്ഞത്. അടുത്ത ജില്ല ഷേഖ്പുരയാണ്. അവിടെ 94% ഹിന്ദുക്കൾ. പക്ഷെ വോട്ട് ഡിലീഷൻ 3.57% മാത്രം. ജഹാനാബാദിൽ ഹിന്ദു ജനസംഖ്യ 93%. പക്ഷേ വെട്ടിക്കളഞ്ഞത് 3.45% വോട്ടർമാരെ മാത്രം ഡിലീറ്റ് ചെയ്തു. നളന്ദയിലെ ഹിന്ദു ജനസംഖ്യ 93%. ഇവിടെ 3.54% വോട്ടർമാർ ഒഴിവാക്കി. പാറ്റ്നയിൽ ഹിന്ദു സംഖ്യ 92%. 4.59% വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അർവലിൽ ഹിന്ദു ജനസംഖ്യ 90%. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരുടെ ശതമാനം 3.38. കണക്കുകൾ കണ്ടോ? ഇനി SIRലുള്ള ഒരു വിവരം കൂടെ ക്വിന്റ് പറയുന്നുണ്ട്. ബീഹാറിലെ 2 പ്രമുഖ നേതാക്കളായ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും RJD നേതാവ് ലാലു പ്രസാദിന്റെയും ഹോം ടൗണുകൾ പരിശോധിച്ചാൽ ലാലു പ്രസാദ് യാദവിന്റെ മണ്ഡലമായ ഗോപാൽഗഞ്ചിൽ 12.13% വോട്ടർമാരെ വെട്ടിക്കളഞ്ഞു. എന്നാൽ നിതീഷ് കുമാറിന്റെ മണ്ഡലമായ നളന്ദയിൽ 3.54% വോട്ടർമാരെ മാത്രമാണ് ഒഴിവാക്കിയത്. ഏറ്റവും കൂടുതൽ ഒഴിവാക്കൽ നടന്നത് ലാലു പ്രസാദ് യാദവിന്റെ മണ്ഡലത്തിലാണ്. ഇവിടെ ഉയരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഗോപാൽഗഞ്ചിൽ ഇത്രയും വോട്ടർമാരെ എന്തുകൊണ്ട് വെട്ടി? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത ഡാറ്റ പുറത്തുവിടുമ്പോൾ ഉത്തരം കിട്ടുമായിരിക്കും. അതിനു മുമ്പ് ദി ക്വിന്റിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഗോപാൽഗഞ്ചിലെ 50% പേരും യാതൊരു ഡോക്യുമെന്റുകളും നൽകാതെയാണ് SIR ഫോമുകൾ പൂരിപ്പിച്ച് നൽകിയതെന്നാണ് റിപ്പോർട്ടിൽ അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മരണം, കുടിയേറ്റം ഒക്കെ ഒഴിച്ചു നടത്തിയാൽ ഡോക്യുമെന്റുകൾ നൽകാത്ത വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ വെട്ടിപ്പോകാൻ കാരണമായിട്ടുണ്ടോ എന്നൊരു സംശയം കൂടെ ക്വിന്റ് മുന്നോട്ട് വെച്ചിട്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. വളരെ ആശങ്കാകുലരാവേണ്ട കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അവിടെ ജാഥകളും പദയാത്രയും വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴാണ് വോട്ടർ പട്ടിക ഈ രീതിയിൽ വരുന്നത്. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ അവസാനം എന്നുള്ളത് ശരിക്കും ഞെട്ടലോടെ മാത്രം വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്.